നമസ്കാരം. കഴിഞ്ഞ വർഷത്തിൽ ഇന്ത്യയിലെ ഹൈഡ്രജൻ ട്രെയിനിനെ കുറിച്ച് ഒരു പ്രഖ്യാപനം വന്നിരുന്നു. ഇപ്പോൾ വരുന്ന വാർത്തകളിൽ 2025 ഡിസംബറിൽ തന്നെ ഹൈഡ്രജൻ ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടം നടത്തും എന്നാണ് പറയുന്നത്. ഹൈഡ്രജൻ ഇന്ധനമാക്കിയാണ് ട്രെയിൻ പ്രവർത്തിക്കുക. ഹരിയാനയിലെ ജിങ് സോനിപത്ത് റൂട്ട് ഇത് 90 കിലോമീറ്റർ ദൈർഘ്യം വരുന്നതാണ്. ഇവിടെയാണ് ഈ പരീക്ഷണ ഓട്ടം നടത്തുന്നത്. ഇത് ഒരു പൈതൃക പാതയാണ്. ഇതോടെ ഹൈഡ്രജൻ ട്രെയിൻ സ്വന്തമാക്കുന്ന 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ജർമ്മനി, സ്വീഡൻ, ജപ്പാൻ, ചൈന എന്നിവരാണ് മറ്റു രാജ്യങ്ങൾ. ഇതിന്റെ പ്രവർത്തന രീതി നോക്കിയാൽ ഹൈഡ്രജനും ഓക്സിജനുമായി പ്രതിപ്രവർത്തനം നടത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധന സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിച്ചാണ് ജലം ഉണ്ടാകുന്നതെന്ന് പറയേണ്ടതില്ലല്ലോ. അതുപോലെ ഈ ഹൈഡ്രജൻ ഇന്ധന സെല്ലിലും ഉപോൽപ്പന്നമായി നീരാവിയാണ് പുറന്തള്ളപ്പെടുന്നത്. ഡീസൽ എഞ്ചിനെ പോലെ കാർബൺ, ശബ്ദ മലിനീകരണം എന്നിവയും ഉണ്ടാകുന്നില്ല. പരിസ്ഥിതി സൗഹൃദം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പൈതൃക മലയോര പാതകളാണ് ഈ ട്രെയിൻ ഓടിക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ മുഴുവൻ പാതകളും വൈദ്യുതീകരിക്കുക എന്നത് ഭാരിച്ച ചിലവുള്ളതാണ്. 2030 സീറോ എമിഷൻ എന്നതാണ് റെയിൽവേയുടെ ലക്ഷ്യം. ലോകമെമ്പാടും കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുവാൻ, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഈ ട്രെയിൻ നിർമ്മിക്കുന്നത്. ഇതിന് ആവശ്യമായ കംപ്രസ്ഡ് ഹൈഡ്രജൻ ലഭിക്കാൻ സ്വകാര്യ വിതരണക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഹൈഡ്രജൻ ഉൽപാദന സംഭരണ സെല്ലിന്റെ പ്ലാന്റുകളും ഇന്ത്യയിൽ സ്ഥാപിക്കുന്നുണ്ട്. ഡീസൽ ഡെമു ട്രെയിനുകളെ ഹൈഡ്രജൻ ഇന്ധനത്തിലേക്ക് മാറ്റുവാനാണ് പദ്ധതി. ഒരു ഹൈഡ്രജൻ ട്രെയിനിന് 80 കോടിയോളമാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. 6 ബോഗികളുള്ള ട്രെയിനുകളാണ് നിർമ്മിക്കുന്നത്. 35 ട്രെയിനുകളാണ് നിർമ്മിക്കുന്നത്. ഓരോ ബോഗിയിലും 100 കിലോ വാട്ട് ഫ്യൂവൽ സെല്ലുകൾ ഉണ്ടായിരിക്കും. മണിക്കൂറിൽ 140 കിലോമീറ്ററാണ് ഈ ട്രെയിനിൻ്റെ വേഗത. ഹരിയാനയിലെ പരീക്ഷണ ഓട്ടം നടക്കുന്ന ജിങ് സോനിപത്ത് പാതകളുടെ പരിഷ്കരണത്തിന് 70 കോടിയാണ് ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. ഡീസൽ, പെട്രോൾ എഞ്ചിനുകളെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ഇന്ധന ട്രെയിനുകളിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നില്ല എന്നത് മറ്റൊരു വലിയ നേട്ടം തന്നെയാണ്. വേറൊന്ന്, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നതിൻ്റെ അളവ് കുറയുമെന്നതാണ്. അന്തരീക്ഷ വായുവിൻ്റെ ഗുണനിലവാരം സൂക്ഷിക്കുവാനും ഹൈഡ്രജൻ ഇന്ധനം സഹായകമാണ്. ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിക്കുന്ന കാറുകളും ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലാണ്. ശബ്ദ മലിനീകരണവും ഹൈഡ്രജൻ ഇന്ധനത്തിൽ ഉണ്ടാകുന്നില്ല എന്നതും വലിയൊരു പ്രത്യേകതയാണ്. ഇന്ത്യൻ റെയിൽവേ സംവിധാനത്തിൽ ഹൈഡ്രജൻ ഇന്ധന ട്രെയിനുകൾ വരുന്നത് വലിയൊരു പരിധിയിൽ ലാഭകരവുമാണ്. ഇനി ഈ ട്രെയിനിൻ്റെ മറ്റ് പ്രത്യേകതകൾ നോക്കിയാൽ ഇതിൽ 800ഓളം യാത്രക്കാരെ ഉൾക്കൊള്ളുവാനാകും. ഒരു ഫുൾ ടാങ്ക് ഹൈഡ്രജൻ സെല്ലിന്റെ സഹായത്താൽ 600 കിലോമീറ്റർ സഞ്ചരിക്കുവാനും സാധിക്കും. പരമാവധി 140 കിലോമീറ്റർ ആയിരിക്കും ഈ ട്രെയിനിന്റെ വേഗത. ഇതോടൊപ്പം ഈ പദ്ധതിയിലെ പരിമിതികളും പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഈ ഹൈഡ്രജൻ ഇന്ധന ലഭ്യതയാണ് മുന്നിലുള്ളത്. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുക എന്ന വലിയൊരു കടമ്പ ഇനിയും ബാക്കിയാണ്. അതിനായുള്ള പദ്ധതികളെക്കുറിച്ച് മുൻപ് പ്രഖ്യാപനങ്ങൾ വന്നിരുന്നു. മറ്റൊന്ന്, പരമ്പരാഗത ഇന്ധനങ്ങളെക്കാൾ ഹൈഡ്രജൻ ഇന്ധനം നിർമ്മിക്കുന്നതിന് ചിലവ് കൂടുതലാണ് എന്നതാണ്. സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്ന വേളയിൽ ഉൽപാദനം കൂടുമ്പോൾ ഈ ചിലവ് കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈഡ്രജൻ ഇന്ധന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നയപരിപാടികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിൽ വിദേശ രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയിൽ തന്നെ ആഭ്യന്തരമായി ഹരിത ഹൈഡ്രജൻ ഇന്ധന ഉൽപ്പാദനം വരും നാടുകളിൽ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ കൂടുതൽ ട്രെയിനുകളെ ഇതിലേക്ക് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. അതിനായുള്ള ശ്രമവും സർക്കാർ പ്രസ്താവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ പൊതുഗതാഗത രംഗത്ത് ഒരു പുത്തൻ നാഴികക്കല്ലായി ഹൈഡ്രജൻ ഇന്ധന ട്രെയിനുകൾ രംഗപ്രവേശനം നടത്തുകയാണ്. ഭാവിയിൽ കേരളത്തിലെ മലയോര മേഖലകളിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടും എന്ന് ഒരു വിദൂര പ്രതീക്ഷയും പുലർത്തുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.